ഹലോ ഗൈസ്, വി കെ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ, യങ് പ്രൊഫഷണൽ സ്കീംസിനെ കുറിച്ചുള്ള വീഡിയോ ഒരുപാട് പേര് കണ്ടു. ഏതാണ്ട് ഒരു 25,000 പേര് കണ്ടിട്ട് കുറേ മെസ്സേജസ് എനിക്ക് വന്നിരുന്നു. പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കുന്നത്, ഇങ്ങനൊരു സ്കീം ശരിക്കും ഉള്ളതാണോ, എന്ത് ചിലവ് വരും, ഏജൻസി ഉണ്ടോ, അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു സംശയം, ഇവിടെ വന്നിട്ട് നമുക്ക് ജോലി കിട്ടുമോ, ജോലി കിട്ടിയിട്ടാണോ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു ഉത്തരം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് മാത്രം. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ആയത്, അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് മലയാളികൾ ഇവിടെ യു കെയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് ശരിക്കും ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ എത്രയോ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണ് യു കെയിലേക്കൊക്കെ വരുന്നത്. പ്രധാനമായിട്ടും സ്റ്റുഡൻറ് വിസയിലാണ് പലരും വരുന്നത്. സ്റ്റുഡൻറ് വരുന്നു, ഡിപ്പെൻഡൻറ്റ് വരുന്നു. ഇതിന് കോഴ്സ് ഫീസ് അടക്കം ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഞാൻ ഉൾപ്പെടെ പലരും ഇവിടെ വരുന്നത്. പിന്നെ വളരെ കുറച്ച് പേരായിരിക്കും വർക്ക് വിസയൊക്കെ കിട്ടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. സോ ഇത് യു കെയിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യം അല്ല. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടുത്തെ ഗവൺമെൻറ് തരുന്ന സമയത്ത്, അതും യങ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണിത്. ഇത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് മാത്രമാണ് വരാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനാണ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നല്ല നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇനി വീഡിയോസ് കുറച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ മിസ്സാവാതിരിക്കാൻ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യങ് പ്രൊഫഷണൽ സ്കീം, ഇത് 2 വർഷത്തെ വിസയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടനിലക്കാരോ അല്ലെങ്കിൽ ഏജൻസിയോ ആരും ഇല്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിസ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പൈസ ചോദിക്കണം, ദയവ് ഇത് കൊടുക്കരുത്. കാരണം ഇത് അബ്സല്യൂട്ട്ലി നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്നത് ഫുൾ ഫ്രീ ആണ്. നമുക്ക് പ്രധാനമായിട്ടും വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീമിന് അപേക്ഷിക്കാൻ വേണ്ടി വേണ്ടതുള്ളൂ. അതുമാത്രമല്ല, ഇത് ഓപ്പൺ ആവുന്നത് ഫെബ്രുവരി 20 ഇന്ത്യൻ സമയം 2:30 മുതൽ 22, അതായത് ഫെബ്രുവരി 22 2:30 വരെയാണ് ഇതിൻ്റെ സമയം. അതായത് 48 മണിക്കൂറാണ് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി ആകെ കിട്ടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആകെ നമുക്ക് അപേക്ഷിക്കാൻ വേണ്ട ഡീറ്റെയിൽസ് ഞാൻ പറയാം. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് ഡീറ്റെയിൽ, ഒരു നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ വേണം, പിന്നെ ഫോൺ നമ്പർ വേണം, ഇമെയിൽ അഡ്രസ്സ് വേണം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി വേണ്ടത്. ഇത് ശരിക്കും ഒരു ലോട്ടറി സിസ്റ്റമാണ്. ലോട്ടറി എന്നാണ് കറക്റ്റ് പറയേണ്ടത്. കാരണം ലക്ഷക്കണക്കിന് അപ്ലിക്കേഷൻസ് വരും. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച അവരുടെ സൈറ്റിൽ 3000 ഇന്ത്യക്കാർക്കാണ് ഈ ഒരു 2024 അവർ വിസ കൊടുക്കാൻ പോകുന്നത്. 2024 ഫെബ്രുവരി ഇതിൽ വിസ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ശരിക്കും ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ, അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ ഒരു സ്കീംസ് ഇനി ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം തന്നെ നമുക്കറിയാം, നെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുപാട് കൂടുതലായ സമയമാണ്. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും റൂൾസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സ്റ്റുഡൻസിൻ്റെ കൂടെയുള്ള ഡിപ്പെൻഡൻസിന് ജനുവരി മുതൽ അവർ ബാൻ ചെയ്തിരുന്നു. ഇപ്പോൾ പല വിസകളുടെയും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു റൂളൊക്കെ വന്നിട്ടുണ്ട്. സോ യു കെയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് തികച്ചും എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങുന്ന സമയത്ത് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു യങ് പ്രൊഫഷണൽ സ്കീമിലൂടെ 3000 ഇന്ത്യക്കാർക്ക് ഇവിടെ വരാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. സോ ഈ ഒരു അവസരം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ആകെ വേണ്ട ബേസിക് ഇത്ര ഡീറ്റെയിൽസ് മാത്രമേ വേണ്ടൂ. പിന്നെ 3000 വിസയാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ആകെ ചെയ്യേണ്ടത്, ഈ 2024 ഫെബ്രുവരി 20 ഒരു ബാലറ്റ് ഓപ്പൺ ആവും. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ബാലറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇത്രയും പറഞ്ഞ 6 കാര്യങ്ങൾ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്, ഇങ്ങനെയുള്ള 6 കാര്യങ്ങൾ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നത്, നമ്മൾ സെലക്ട് ആവുകയാണെങ്കിൽ അവർ 1 വീക്കിൻ്റെ ഉള്ളിൽ നമ്മളെ അറിയിക്കും. നമ്മൾ ആവുകയാണെങ്കിൽ മാത്രം. ഞാനൊക്കെ അപ്ലൈ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം, പക്ഷേ എനിക്ക് അൺസക്സസ്ഫുൾ റെസ്പോൺസാണ് വന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ആവുകയാണെങ്കിലാണ് പിന്നെയാണ് നമുക്ക് ചിലവ് വരുന്നത്. ഇതിന് ചിലവ് വരുന്നത് ആകെ 2 ലക്ഷം രൂപയുടെ താഴെ മാത്രമാണ്. അപ്പോൾ ഈ 2 ലക്ഷം രൂപ നമ്മൾ ഏജൻസിക്കല്ല, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ IHS ചാർജസും, അതുപോലെ നമ്മുടെ വിസ കോസ്റ്റ് ആകെ വരുന്നത് 298 പൗണ്ട്സ്, അതായത് ഈക്വലൻ ടു ഇൻറ്റു 100 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അപ്രോക്സിമേറ്റ്ലി ഇത് കിട്ടും. ഇതാണ് വരുന്നത്. ഇപ്പോൾ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് യു കെയിലേക്ക് വരാമെന്നാണ് ചോദിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ചാർജസ് ഇത്രേ വരുന്നുള്ളൂ. ഇനി ഇത് അല്ലാതെ നമ്മൾ സെലക്ട് ആവുകയാണെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ അപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്.
അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജിൽ നമ്മൾ ആ 3000 പേരിൽ നമ്മൾ ഉൾപ്പെടുകയാണെങ്കിൽ പിന്നീട് വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. അതായത് ഗ്രാജുവേഷൻ, ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇതിന് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഷോ മണി എന്ന് പറയുന്ന സംഭവമുണ്ട്. സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏതാണ്ടൊരു എനിക്കും വൈഫിനും കൂടി ഒരു 16-17 ലക്ഷം രൂപയുടെ ഷോ മണി നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണമായിരുന്നു. അപ്പോൾ ഈ ഇതിനും ഒരു ഷോ മണി വേണം. ഷോ മണി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ വന്നാലും ജീവിക്കാനുള്ള പൈസ, അതായത് നമുക്ക് 2 വർഷത്തെ വിസ അവർ തരുന്നുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം, ജോലി അവർ ഓഫർ ചെയ്യുന്നില്ല. നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു എൻട്രി ആണ് അവർ തരുന്നത്. അപ്പോൾ ആ വിസയ്ക്ക് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ജീവിക്കാനുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് വേണ്ടിയിട്ട് നാട്ടിൽ അക്കൗണ്ടിൽ നമ്മൾ ജസ്റ്റ് ഒരു 30 ഡേയ്സിന് ഒരു ഫണ്ട് ഇട്ട് വെക്കണം. അത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു 2.5 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പൈസ നമ്മുടെ അക്കൗണ്ടിൽ നാട്ടിൽ വേണം. അത് ആർക്കും കൊടുക്കണ്ട, നമ്മളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒരു 30 ഡേയ്സിന്, അതായത് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോഴേക്കും ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ ആ പൈസ കാണിക്കണം. അതിനുശേഷം നമുക്കത് വിഡ്രോ ചെയ്യാം. നമ്മൾ UK വന്നതിന് ശേഷം നമുക്ക് വിഡ്രോ ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ ആ ഒരു 30 ഡേയ്സ് പീരീഡ് ആ പൈസ നമ്മുടെ നാട്ടിലെ അക്കൗണ്ടിൽ വേണം. അതാണ് ഈ ഷോ മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം പറയുന്നത്, നമുക്ക് ആ പൈസ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച്, അപ്ഡേഷനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ സെലക്ട് ആയിട്ട് ഇവിടെ വരുവാണെങ്കിൽ ഇനി അടുത്ത ചോദ്യം, നമുക്ക് എന്ത് ജോലിയാണ് കിട്ടുക? ബേസിക്കലി ഈ ഒരു വിസയിലേക്ക് വരുന്ന ആളുകൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഈ അപേക്ഷിച്ച് കിട്ടുന്ന ആൾക്ക് മാത്രമേ വരാൻ പറ്റൂ. നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ജോലി ചെയ്യാം, പഠിക്കണമെങ്കിൽ പഠിക്കാം. അപ്പോൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള, ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ജോലി തിരയുന്ന പോലെ തന്നെയാണ് ഇൻഡീഡ് അല്ലെങ്കിൽ ടോട്ടൽ ജോബ്സ്, ലിങ്ക്ഡിൻ, അങ്ങനെയൊക്കെ നമുക്ക് ജോലി തിരഞ്ഞ് നമുക്ക് ജോലി കണ്ടുപിടിക്കാം. വൺസ് നമ്മൾ ജോലി കയറി നമുക്ക് വർക്ക് വിസ തരുവാണെങ്കിൽ നമുക്ക് വർക്ക് വിസയിലേക്ക് മാറാം. ഈ യങ് പ്രൊഫഷണൽ സ്കീം 2 വർഷത്തെ വിസയാണുള്ളത്. അപ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ നമ്മളൊരു വർക്ക് വിസയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അല്ല, ഈ 2 വർഷത്തിനുള്ളിൽ നമുക്ക് ജോലിയൊന്നും വർക്ക് വിസ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. വർക്ക് വിസയും ജോലിയും രണ്ടും രണ്ടാണ്. വർക്ക് വിസ എന്ന് പറയുമ്പോൾ ജോലി നമുക്കിവിടെ വർക്ക് വിസ ഇല്ലെങ്കിലും ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീം ഉപയോഗിച്ച് നമുക്ക് ജോലി ചെയ്യാം 2 വർഷം. അപ്പോൾ ഇപ്പോൾ ഡിപ്പെൻഡൻസും അല്ലെങ്കിൽ അങ്ങനെ വരുന്നവരൊക്കെ, ഞാനും ഡിപ്പെൻഡൻ്റ് ആണ്, ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഡിപ്പെൻഡൻറ്റ് വിസയാണ്, വർക്ക് വിസയല്ല. അപ്പോൾ അതുപോലെ യങ് പ്രൊഫഷണൽ സ്കീമിൽ വരുന്നവർക്ക് നമുക്ക് വർക്ക് ചെയ്യാം. അതിനുശേഷം 2 വർഷത്തിനുള്ളിൽ നമുക്ക് വർക്ക് വിസയിലേക്ക് മാറാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വർക്ക് വിസയിലേക്ക് മാറി നമുക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വർക്ക് എന്ത് വർക്ക് കിട്ടും, അല്ലെങ്കിൽ ഇവിടുത്തെ മൊത്തത്തിലൊരു ജോലിയുടെ സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം വലിയ ലോങ് വീഡിയോ ആക്കിയിട്ട് ആൾക്കാരെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിരുന്നൂടെയും ചാനൽ ഫോളോ ചെയ്യുക. ബാക്കി നമ്മുടെ ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ ബാലറ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. കഴിഞ്ഞ 3000 പേരിൽ, അത് ലാസ്റ്റ് യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ ഇത് വന്നപ്പോൾ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിലത്തെ ഒരാളെ നേരിട്ട് കണ്ടതാണ് ശരിക്കും എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഫയർ ആയത്. അപ്പോൾ ഒരുപാട് പേര് വരിക, നമുക്ക് UK എക്സ്പ്ലോർ ചെയ്യാം, നേരിട്ട് കാണാം. ബൈ.